ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരിലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ അധ്യായം 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനൻ നാസു ഖാലൂ അനുഅ്മിനു കമാ ആമനസ് സുഫഹാ അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. മനുഷ്യൻ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയും എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ലാഹ് അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ, എങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ പിശാചുക്കളിലേക്ക് ചെന്ന് തനിച്ചായാൽ അവർ പറയുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അവരുടെ അതിരുകവിയലിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ് അവരെ അയച്ചുവിടുകയും ചെയ്യുന്നു. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. അക്കൂട്ടർ സന്മാർഗത്തിന് പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയിട്ടുള്ളവരത്രേ, എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ ഉദ്ദിഷ്ടമാർഗം പ്രാപിച്ചവരുമായതുമില്ല. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അവന്റെ ഉപമ യാതൊരുവന്റെ മാതിരിയാകുന്നു. അവനൊരു തീ കത്തിച്ചുണ്ടാക്കി, എന്നിട്ട് അവന്റെ ചുറ്റുപാടിലുള്ളതിനെ അത് വെളിച്ചം നൽകിയപ്പോൾ അല്ലാഹു അവിടെയുള്ളവരുടെ പ്രകാശം കൊണ്ടുപോയി കണ്ണു കാണാത്ത നിലയിൽ അന്ധകാരങ്ങൾ കൂരിരുട്ടിൽ അവൻ അവരെ വിട്ടേക്കുകയും ചെയ്തു. ബധിരന്മാർ, ഊമകൾ, അന്ധന്മാർ ആകയാൽ അവർ മടങ്ങുകയില്ല. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. അല്ലെങ്കിൽ അവരുടെ ഉപമ ആകാശത്ത് നിന്ന് ഒഴുകി വരുന്ന ഒരു പെരുമഴ പോലെയാകുന്നു. അതിൽ അന്ധകാരങ്ങളും കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട്. ഇടിവാളുകൾ നിമിത്തം മരണത്തെ ഭയന്ന അവർ, ആ മഴയിൽപ്പെട്ടവർ തങ്ങളുടെ വിരലുകളെ തങ്ങളുടെ ചെവികളിലിടുന്നു. അല്ലാഹു അവിശ്വാസികളെ വലയം ചെയ്യുന്നവനാകുന്നു. يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل
شيء قدير. മിന്നൽ അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അതവർക്ക് വെളിച്ചം നൽകുമ്പോഴൊക്കെ അവരതിൽ നടക്കും. അതവരിൽ ഇരുട്ടാക്കിയാൽ അവർ നിന്നേക്കുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും അവരുടെ കാഴ്ചകളും അവൻ കൊണ്ടുപോവുക, എടുത്തു കളയുക തന്നെ ചെയ്യുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവരാകുന്നു. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവീൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അതായത്, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പും ആകാശത്തെ ഒരു കെട്ടിടവും അഥവാ മേൽപ്പുരയുമാക്കി തന്നിട്ടുള്ളവൻ, ആകാശത്തിൽ നിന്ന് അവൻ വെള്ളം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതുമൂലം നിങ്ങൾക്ക് ആഹാരത്തിന്റെ ഫലങ്ങളിൽ നിന്നും പലതും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. ഞങ്ങളുടെ അടിയാന്റെ മേൽ നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ വല്ല വിധേനയും സന്ദേഹത്തിലാണെങ്കിൽ അതുപോലെയുള്ള ഒരു സൂറത്ത് അധ്യായം നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹുവിന് പുറമേ ഉള്ള നിങ്ങളുടെ സാക്ഷികളെ, സഹായികളെ നിങ്ങൾ വിളിക്കുകയും ചെയ്തു കൊള്ളുവീൻ. നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.